മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് മാസം 24-ാം തീയതി ശനീശ്വരൻ്റെ ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഉപാസന കഴിഞ്ഞ് ശനീശ്വര വ്രതം. അപ്പോൾ അതിൻ്റെ ശനീശ്വര പ്രസാദം കഴിച്ചിട്ടില്ല, അത് വീഡിയോ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടുവിൻ്റെ അവിടെ പോയി വന്നത്, സമാധിയിൽ പോയി വന്ന കുറേയധികം അനുഭവങ്ങൾ, കുറേയധികം ആൾക്കാരുടെ കമൻറ്റുകൾ കണ്ടു. വ്യക്തിപരമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അതിലൊരു വ്യക്തി അദ്ദേഹം ഇടുന്ന കാര്യം അദ്ദേഹവും ഞാനുമായിട്ട് കുറേയധികം സിമിലാരിറ്റി ഉണ്ട്, നക്ഷത്രങ്ങൾ തമ്മിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യവും എൻ്റെ പേരിൻ്റെ ആദ്യവും സെയിമാണ്. അപ്പോൾ അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു വീഡിയോ ഇത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിൽ വരുമ്പോൾ ഞാനത് കേൾക്കാറാണ്. അപ്പോൾ കുട്ടുവിൻ്റെ വീട്ടിൽ വെച്ചെടുത്ത വീഡിയോ ഇന്നലെ ഒരു പാർട്ട് 1 ആയി, പാർട്ട് 2 ആയി. അപ്പോൾ അപ്പോഴാണ് ഞാൻ കേൾക്കണത്. എൻ്റെ അനന്തരവനാണത് റെക്കോർഡ് ചെയ്ത്. അതപ്പോൾ 1.5 മണിക്കൂറോളം കണ്ടിന്യൂസ് ഉള്ളത് കൊണ്ട് അനന്തരവൻ തന്നെ അത് പാർട്ട് 1, 2, 3 എന്നൊക്കെ ആക്കി സേവ് ചെയ്ത് എനിക്ക് തന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാന്നുള്ള ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. അതപ്പോൾ ഇന്നലെ പാർട്ട് 1 അപ്ലോഡ് ചെയ്ത്, ഇന്ന് പാർട്ട് 2 രാവിലെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ വ്യക്തി ഞാനുമായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയാണ്. അദ്ദേഹം ശിവസ്വരൂപ സമാധിയായിട്ടാണ് അത് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ബാബാജിയുടെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വേറൊരു വ്യക്തി ഫോട്ടോ, കുട്ടൂസിൻ്റെ ഫോട്ടോ, അതുപോലെ ബാബാജിയുടെ ഫോട്ടോ, അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ അവൈലബിൾ ആയിട്ടുള്ള തൊട്ടുള്ള സിമിലാരിറ്റി പറഞ്ഞു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. അതുകൂടാണ്ട് കുട്ടുവിൻ്റെ സമാധിയിലേക്ക് പോകുന്ന ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു. സ്വപ്നത്തിൽ അപ്പോൾ കുട്ടുവിൻ്റെ സമാധിയിലേക്ക് പോകുന്ന ദിവസമാണ് ഞാൻ അന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ ഞാനും വേറൊരു വ്യക്തിയും, ഒരു താടി ഉള്ള ഒരു ചെറുപ്പക്കാരൻ, അല്പം പൊക്കമുള്ള ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചട്ടി ഉണ്ടായിട്ട് ഈ ചട്ടി, അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഈ ചട്ടി ഇവർക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവർ കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ ക്രേസ് ഉള്ള ആളാണ്. എന്നിട്ട് എന്താണോ അതിൻ്റെ ഏത് തരമായിരുന്നു പൂക്കളാണോ അത് എന്താണ് സൗന്ദര്യത്തിന് വെക്കുന്ന എന്താണെന്നറിയില്ല, അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത് ഞാൻ കുട്ടൂസിൻ്റെ അച്ഛനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുട്ടുവിൻ്റെ സമാധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് അവിടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം കുറേയധികം സൂചനകൾ അങ്ങനെ കിട്ടുന്നുണ്ട്, കുറേയധികം സൂചനകൾ. അതുകൂടാണ്ടാണ് കുട്ടുവിൻ്റെ മഹാവതാർ ബാബാജിയായിട്ടുള്ള ഫോട്ടോയുടെ സാമ്യം വന്ന്. ഇതൊക്കെ വരുമ്പോഴാണ് ഈ വ്യക്തി അദ്ദേഹം കുറേയധികം മഹാവതാർ ബാബാജി, കൈലാസം, ഇതൊക്കെയായിട്ട് കാര്യം പറയുന്നത്. കൈലാസൻ്റെ കണക്ഷൻ കുട്ടുവിൻ്റെ സമാധിയിൽ എനിക്ക് തോന്നിയതാണ്. വേറൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ 2ാമത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാനത് കേൾക്കുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലാകുന്നത്. കാര്യം ചേച്ചി വന്നു, ചേച്ചി ബ്ലെസ്സിങ്ങിന് വന്നതാണ്, ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഈ സ്ഥലത്ത് കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടൂൻ്റെ അച്ഛനുമായിട്ടുള്ള വീഡിയോയിൽ വരുന്നുണ്ട്. അത് കാര്യം ഈ കുട്ടൂസിനെ കുറിച്ച് ചേച്ചിക്ക് കുട്ടൂസ് വഴി കിട്ടിയ ഇൻഫർമേഷൻ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിയാണോ എന്ന് കുട്ടൂസിൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു, അങ്ങനെയൊന്നും കാണുകയല്ല ചേച്ചി എന്ന് ഞാൻ പറയുകയും ചെയ്തതാണ്. എന്തു ആകട്ടെ, അത് വീഡിയോ വരുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോകുന്നതിന് ഞങ്ങൾ പോകാനായിട്ട് 2 വഴിയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ശ്രീവരാഹം ആ ഭാഗത്ത് നിന്ന് കുട്ടൂസിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് ശ്രീകാര്യം ആക്കുളം റോഡ് ആ ഭാഗത്തെ കണ്ടാണ്. ആ 2 വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വഴി ലെഫ്റ്റിലോട്ട് നേരെ പോകുന്നു, റൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം റൈറ്റിലോട്ട് എടുത്തു. അദ്ദേഹം പറഞ്ഞ് ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ ബ്ലോക്ക് കാണും, നമുക്കിങ്ങനെ പോകാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ, പോകുമ്പോഴത്തേക്കും ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാണ് ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണല്ലേ, ഞങ്ങൾ പിന്നെ വരാം, നാളെ വൈകിട്ടോ വല്ലതും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് നിന്ന് ഈ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൂടിയാണ്, കിഴക്കോട്ടാണ് നടയത്. പടിഞ്ഞാറ് വശത്ത് കൂടി റോഡ് ഇങ്ങനെ ഒരു ചെറിയ വളവുണ്ട്, അത് വന്നിട്ട് പടിഞ്ഞാറോട്ടൊരു അത്. അപ്പോൾ ആ ക്ഷേത്രം പുറത്ത് നിന്ന് ഇത് കണ്ട് എന്നിട്ടാണ് ഞങ്ങൾ നേരെ കുട്ടുവിൻ്റെ വീട്ടിൽ പോണത്. അത് ഭയങ്കര അതിശയകരമായിട്ട്. കാര്യം ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ കണക്ഷൻ മനസ്സിലായത്. ഒരു പക്ഷേ നേരെ ഞാൻ പറഞ്ഞ വഴിയിലൂടെയാണ് അദ്ദേഹം. കാര്യം എനിക്ക് കാണുന്നത് ഞാനിട്ട ആ മാപ്പ്
കുട്ടുവിൻ്റെ അച്ഛൻ അയച്ചു തന്ന വീട്ടിലെ ലൊക്കേഷൻ വെച്ച് മാപ്പ് നേരെയാണ് വഴി കാണിക്കുക. പക്ഷേ ഇദ്ദേഹം റൈറ്റിലോട്ട് എടുത്തു. അപ്പോൾ കുട്ടൂസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടി എന്തിന് ഞങ്ങളെ അയച്ചു. അവിടെ ഇതാണ് ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രമെന്ന് ചേച്ചിനെ കൊണ്ട് കാണിപ്പിച്ചു തന്നു. മനസ്സിലായി. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ അത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് ആ വീട്ടിൽ പോകുന്നത്. പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത്, കാര്യം ഞങ്ങൾ എവിടെ ശ്രീവരാഹം ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കുട്ടൂസിൻ്റെ അച്ഛൻ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പഴവങ്ങാടി തൊഴുത് ഇത് കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പോകണമെന്ന് തോന്നി. അപ്പോൾ ഇന്നലെ കണ്ടതല്ലേ, ചേച്ചിയോട് പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ ചെല്ലാമെന്ന് തോന്നി. ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വന്നാൽ മതി. ഞങ്ങൾ 8:30 ഇറങ്ങി, 8:30 അവിടെ എത്തി. 8:45 എത്തി. 10-15 മിനിറ്റ് കൊണ്ട് തൊഴുതിറങ്ങി. പിന്നെ കുട്ടൂസിന് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ ആര് ഇതൊക്കെ നടത്തുന്നു? അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാനുമായിട്ട് വളരെയധികം സാമ്യമുള്ള വ്യക്തിയിൽ നിന്ന് കുറേയധികം ഇൻഫർമേഷൻസ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൂടെ കുറേ ഇൻഫർമേഷൻസ് എന്തുകൊണ്ട് ഞാനൊക്കെ ഇതൊക്കെ വീഡിയോയിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വെറും ഒരു മീഡിയമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടുവിൻ്റെ മീഡിയ അല്ല, കുട്ടൂസിൻ്റെ മീഡിയ അല്ല. കുറേ അധികം അറിവ്, കുറച്ചധികം ഇൻഫർമേഷൻസ് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരാനുള്ള ഒരു ചുമതലയാണ് എനിക്കുള്ളത്. അല്ലാണ്ട് ഇതിൽ വലിയ പരിജ്ഞാനമോ ഇതൊന്നും എനിക്കില്ല. ചില അനുഭവ സമ്പത്തുകളുണ്ട്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലരിലൂടെ പല ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പലരുടെയും പേരുകൾ നമുക്ക് പറയാൻ പറ്റുകയില്ല. അതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, 20, 25, 30 വയസ്സൊക്കെയുള്ള കുട്ടികളുണ്ട്. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവരൊക്കെയുണ്ട്. അവരിലൂടെയൊക്കെ ഈ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ കുട്ടൂസിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെയും ഇത് ബാബാജിയായിട്ട് കണക്റ്റ് ആകുന്നു. ഇപ്പോൾ ഇന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് ഇത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവൻ്റെ ഇതായത് ഇപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഇത് വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിലെ ഭൂരിഭാഗവും ആ കണക്ഷൻ നിലനിർത്തി വന്നവർ. ചിലർ ചില കാര്യത്തിന് കോണ്ടാക്ട് ചെയ്യും, അത് ചില പ്രതിവിധി ഞാൻ പറയും, പിന്നെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് കണക്ഷൻ നിൽക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും ബാബാജി എന്താണെന്ന് അറിയുന്നതും അതിൻ്റെ എനർജി സർക്കിളിലുള്ള ആൾക്കാരാണ്. കുട്ടൂസ് ഒരു പക്ഷേ സൂരജ് കൃഷ്ണ എന്ന പേരിൽ ആ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ശിവക്ഷേത്രത്തിൽ നിർമാല്യം തൊഴണമെന്നുള്ള അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെല്ലാം പോകുമായിരുന്നു, തിരുച്ചെന്തൂർ അവിടെയൊക്കെ പോയി. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് പ്രചോദനം? ഈ ശിവക്ഷേത്രത്തിൽ പോയി നിർമാല്യം തൊഴണം, എനിക്ക് തൊഴണം എന്ന് പറഞ്ഞാൽ മണ്ഡലകാലത്തിലാണ് ഈ നിർമാല്യം തൊഴുന്നത്. ആ നിർമാല്യം നിർബന്ധപൂർവ്വം അച്ഛനും അമ്മയും നിർത്തിക്കുകയായിരുന്നു. എന്നിട്ട് മാംസാഹാരം കഴിപ്പിക്കുകയായിരുന്നു. അതൊക്കെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ഇവരിങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഇവൻ ഇതിൽ നിന്നൊക്കെ പോയി സന്യസിക്കുക, അങ്ങനെ ആ ഒരു പേടിയായിരിക്കുക. കാര്യം ആ രീതിയിലേക്ക് കുട്ടൂസിൻ്റെ മാനറിസങ്ങൾ മാറി. അത് കഴിഞ്ഞിട്ട് ആ മുടി വളർന്നു, മുഖത്തെ മാറ്റങ്ങൾ ഇവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ തീർത്തും ആത്മീയ രീതിയിലേക്ക് പോയാൽ ആ മൂത്ത മകൻ, തങ്ങളെ സംരക്ഷിക്കേണ്ട ആ മകൻ ആത്മീയ രീതിയിൽ കൈലാസവും ഹിമാലയൊക്കെ ഇത് ചെയ്താൽ എന്തിരിക്കും. അതുപോലെ തന്നെ മടവൻ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അവിടെ കൈലാസത്തിലിരിക്കുന്ന പോലെ ശിവനിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടൂസ് അമ്മാവനോട് ചോദിച്ചു. അമ്മാവൻ അതിന് കൈലാസം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നിർമാല്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പരിവർത്തനം കുട്ടൂസിൽ വന്നു. ഈ വന്ന പരിവർത്തനം പലരും കാര്യം ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അറിയാം ഈ ശരീരം എപ്പോൾ കിറ്റ് ചെയ്യുന്ന സബ് ലെവലിൽ അറിയാൻ പറ്റും. പക്ഷേ കോൺഷ്യസ് ലെവലിൽ അറിയില്ല. ഒരു പക്ഷേ കുട്ടുവിന് അറിയാമായിരിക്കും, അറിയില്ലായിരിക്കും, സംശയങ്ങളുണ്ടായിരിക്കും. കാര്യം അതുകൊണ്ടായിരിക്കും മുമ്പത്തെ ദിവസം അമ്മാവൻ എൻ്റെ കൈ നോക്കാൻ ആവശ്യപ്പെട്ടത്. അത്രയും നാൾ ആവശ്യപ്പെടാത്ത കുട്ടൂസ് മുമ്പത്തെ ദിവസം 26 മാർച്ച് 2024 അദ്ദേഹം ശരീരം വെടിയുന്നത്. ആ 25/3/2024 ഉച്ചയ്ക്ക് എന്താണ്ടോ അമ്മുമ്മനെ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അമ്മുമ്മ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞിട്ട് ബൈക്ക് വന്ന് ഇതില്ല എന്ന് പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് വന്ന് ഒറ്റയ്ക്ക് പൊക്കി കൊണ്ടുവന്ന്. അപ്പോൾ ലേഡീസിനെ കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോയില്ല. അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോയി ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. മനസ്സിലായ? ഈ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മുമ്മ അകത്തുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മാവ എൻ്റെ കൈ നോക്കാൻ പറയുന്ന കുട്ടൂസ്. എന്തുകൊണ്ട് അവിടെ വെച്ച് കുട്ടൂസിന് അത് പറയാൻ തോന്നി? പിറ്റേ ദിവസം ഈ സമയമായപ്പോൾ കുട്ടൂസ് ശരീരത്തിൽ ആ ജീവനില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ എന്തുകൊണ്ട് സുനിലേട്ടനും ചേച്ചിയും ഇത്രയും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് ഇടപഴകുന്നു?
ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ഒരു സ്വന്തം വീടെന്നുള്ള രീതിയിൽ അതെവിടെയാണെന്ന് ഇപ്പം എന്നോട് പോകാൻ പറഞ്ഞ മാപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് പോകാൻ പറ്റും. എന്തുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നു? എന്തോ കണക്ഷൻസാണ്. അത് എനർജി കണക്ഷൻസാണ്, ദേവതകളുടെ സാന്നിധ്യത്തിൻ്റെ കണക്ഷനാണ്. അതിപ്പോൾ ഒന്നുകൂടി എനിക്ക് ഞാൻ തറവായത് എനിക്ക് ഈ വ്യക്തി രാവിലെ അയച്ചു തന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വെളുപ്പിന് എന്നാണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്, ടെക്സ്റ്റ് മെസ്സേജ്. അദ്ദേഹം അയച്ചു തന്നതിനകത്ത് ആ ശിവസ്വരൂപ സമാധിയാണ്, കൈലാസം, നാദസമ്പ്രദായം, ധൂനി ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ധൂനിയിൽ നിന്ന് പുകച്ചുരുളുകൾ വരും. ഈ പുകച്ചുരുൾ ഈ വീഡിയോയിൽ പലരും കണ്ടതായിട്ട് പറയുന്നത്. എനിക്ക് രണ്ടാമത് ആ വീഡിയോ നോക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സത്യമായിട്ടും പറയാം, ഞാനത് നോക്കിയിട്ടില്ല. അപ്പോൾ ചിലർ ഒന്ന് രണ്ട് പേര് അതിൻ്റെ ആ പുകച്ചുരുൾ വരുന്ന സ്ക്രീൻഷോട്ട് ആ ഭാഗം എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് നോക്കാൻ സാധിച്ചിട്ടില്ല, ഉള്ള കാര്യം ഉറപ്പാണായിട്ട് പറയും. അപ്പോൾ എന്താണ് ആ ധൂനിയിൽ നിന്നുള്ള പോലെ പുകച്ചുരുൾ അവിടെ കാണുകയും ഞാനും സുനിലേട്ടനും ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഇത് പോയെന്നൊരാൾ പറയുകയും ഇതൊക്കെ ഈ എനിക്ക് വന്ന മെസ്സേജസ് ഞാൻ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി ഇന്ന് എനിക്ക് അയക്കുമ്പോൾ ഇത് നാദസമ്പ്രദായം, കൈലാസം, ശിവം, ശിവസ്വരൂപ സമാധി എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഇല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് രാവിലെ ഇടാൻ കാര്യം. മഹാവതാർ ബാബാജിയുടെ ആ ഇതിൽ വന്ന ആ മെഡിറ്റേഷനായിട്ട് പോകുന്ന ആൾക്കാരാണ് ഞാനുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടൂസിൻ്റെ കാര്യത്തിൽ കറസ്പോണ്ട് ചെയ്യുന്ന എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നു ഈ മഹാവതാർ ബാബാജി എന്നുള്ള ആ ചൈതന്യത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. നാദസമ്പ്രദായം, ധൂനി ഒക്കെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പക്ഷേ ഈ വ്യക്തി ഈ കാര്യം ഇന്നെന്നെ സൂചിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയോ ഇതിനകത്ത് എനർജി കണക്ഷൻസ് ഉണ്ട്. ആ സമാധിയിൽ പോയത് അതിൻ്റെ അവിടെ ഒരു അങ്ങനത്തെ നമ്മളിപ്പോൾ ഒരാളുടെ അടക്കിയ സ്ഥലം പോകുന്നു എന്നുള്ള ഫീലിംഗ് അല്ല അവിടെ ചെല്ലുമ്പോൾ വരുന്നത്. അതുപോലെ അവിടെ പകൽ സമയത്ത് ഒരാൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ പറഞ്ഞു, ഇന്നലെ അയച്ചാൽ പറയുന്നത് പകൽ സമയത്ത് ഇത്രയും ചീവീടിൻ്റെ സൗണ്ട് അവിടെ വരേണ്ട കാര്യമില്ല. കാര്യം 100 മീറ്റർ ദൂരത്തിൽ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ വാഹനങ്ങൾ ഓടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ ഓടുന്നുണ്ട്, ടാറിട്ട റോഡാണ്, മനസ്സിലായി. അതിലും രസകരമായൊരു സംഭവം, ഞങ്ങൾ കാറെ കയറിയിട്ടൊരു കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു പെൺകുട്ടീനെ കണ്ട്. ഇപ്പോൾ 10th + 2 കഴിഞ്ഞ കുട്ടി, പേരും പറഞ്ഞു, പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഉടനെ സുനിലേട്ടൻ വണ്ടി നിർത്തിയിട്ട് സുനിലേട്ടൻ അപ്പോൾ പറയാണ്, ഇത് ഈ കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണത്തിനാണ് കുട്ടൂസ് ഇവിടെ വരികയും ആ പറമ്പിൽ പോവുകയും അത് ക്ലീൻ ചെയ്യുകയും ചെയ്ത് അപ്പൂപ്പൻ്റെ കൂടെ മറ്റേ പോയാണ് അത് ചെയ്തതെന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കുട്ടൂസ് പറഞ്ഞു. എന്തുകൊണ്ട് ആ സമയത്ത് ഈ കുട്ടി ഞങ്ങൾക്കെതിരെ വന്നു, അതൊന്നുകൂടി ഉറപ്പിക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഇതൊന്നും എൻ്റെ ശരീരത്തിൽ അതിൻ്റെ വൈബ്രേഷൻ വരുന്നു. എന്തുകൊണ്ട് ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല? ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, മനസ്സിലായി. എന്തുകൊണ്ട് അത് സൂചിപ്പിക്കാനായിട്ട്, ഒന്നുകൂടി അത് തറവായിട്ട് സൂചിപ്പിക്കാം. പക്ഷേ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞില്ല, ഇന്നത് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഇതായിട്ട് പോയിരുന്നു. പല ആൾക്കാരിലും പല കാര്യങ്ങൾ ഇൻഫർമേഷൻ വരുന്നുണ്ട്. കാര്യം കുട്ടൂസ് എന്ന് പറയുന്നത് സുനിലേട്ടനും രജിത ചേച്ചിക്കും ആദ്യം പിറന്ന മകൻ, സന്ദീപിൻ്റെ ചേട്ടൻ എന്നതിലുപരി ഇത് ഒരു ശിവചൈതന്യമായിട്ട് ആ ആത്മാവിന് ബന്ധമുണ്ടെന്ന് ഇതിൽ കാണിക്കുന്നു. അതിൽ വേറൊരു കാര്യം പറയുന്നത്, അവർ നാഡീ ജ്യോതിഷം നോക്കിയപ്പോൾ കുട്ടൂസിൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ സഹോദരൻ 20 വയസ്സിൽ അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ന്യൂറോ സംബന്ധമായ ഇതായിട്ടാണ് അന്തരിച്ചതെന്നാണ് പറയുന്നത്. ആ അന്തരിച്ചത് എനിക്ക് തോന്നുന്നത് 20 വയസ്സെന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് 75 വയസ്സുണ്ട്, മനസ്സിലായി. അപ്പോൾ എങ്ങനെയായാലും അമ്മൂമ്മേനേക്കാളും മൂത്തതാണ്, അന്തരിച്ചിട്ട് ഒരു 60 വർഷമായിരിക്കണം. ഈ 60 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫാമിലിയിൽ കുട്ടൂസ് റീബർത്ത് എടുക്കുകയാണ്. ആ 20ാമത്തെ വയസ്സിലാണ് കുട്ടൂസിൻ്റെ ബോഡിയിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോകുന്നത്. ഈ 60 വർഷ കാലയളവിന് കുട്ടൂസിൻ്റെ ആത്മാവ് വേറെ എവിടെയെങ്കിലും ജന്മം എടുത്തിട്ടുണ്ടെങ്കിലും ഇൻഫർമേഷൻ എടുത്തിരുന്നു. ആ ഇൻഫർമേഷൻ എടുത്തിട്ട് ആ അനുഭവങ്ങളിലൂടെ പോയിട്ട് ആ അനുഭവങ്ങൾ ലോകത്തിന് വെളിവാക്കി കൊടുക്കാൻ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൽ 65 ദിവസം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 65 എന്ന് പറഞ്ഞാൽ ഈ അമ്മയച്ഛനെയും അവിടെ വെച്ച് നിർത്തിച്ചതാണ്. അല്ലെങ്കിൽ കുട്ടൂസിനെ കണ്ടിന്യൂസ് അത് ചെയ്തു പോയാൻ അവിടെ നിർമാല്യ ദർശനം നടത്തിയത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടൂസ് ശരീരം വെടിയുന്ന സമയത്ത് മറ്റേ കാവടി എടുക്കാൻ എന്തോ വ്രതം എടുക്കുകയല്ലേ, അതിന് ആ വ്രതത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാപ്പ് കെട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെ ഈ അബാക് മീഡിയൻസ് 4 പേര് ടീമുകൾ അവിടെ പോയപ്പോൾ അവർക്ക് വന്ന എഫക്റ്റിൽ ഒരാളെ ഞാൻ ബ്ലസ് ചെയ്തു എന്ന് പറഞ്ഞു, അബാക്കിൻ്റെ
സ്റ്റുഡിയോയിൽ വെച്ച്. ആ വ്യക്തിയും കാവടിക്ക് ഇതിന് പോകാനായിട്ട് കാപ്പ് കെട്ടിയിരുന്ന ആളാണ്. അവിടെയാണ് കുട്ടുവിൻ്റെ പ്രസൻസ് ഈ അബാക് മീഡിയയിൽ മനസ്സിലാകുകയും, കുട്ടുവിൻ്റെ പ്രസൻസോ എന്താണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തോന്നലുകളാകാം, അത് മനസ്സിലാകുകയും അദ്ദേഹം അതുപോലെ കുറച്ച് ആക്ഷൻ ഇത് വരികയും ആ ബോഡിയിൽ നിന്ന് അത് മാറുകയും, ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കി തരാനാണോ, അല്ലെങ്കിൽ ആ ദിവസം ഞാൻ ചെല്ലുകയും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം പറയുകയും അതിന് തേങ്ങ വേണമെന്ന് പറയും, ഇദ്ദേഹം ആലുവ സിറ്റിയിൽ കംപ്ലീറ്റ് നടന്ന് തേങ്ങ കിട്ടാണ്ടിരിക്കുകയും ലാസ്റ്റ് അടുത്ത പറമ്പിൽ ഇദ്ദേഹം നോക്കിയിട്ട് തേങ്ങ അതുമേ കയറി എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് 2 തേങ്ങ വീഴുകയും ഇദ്ദേഹം മതിൽ ചാടിപ്പോയി അതിൽ നിന്നൊരു തേങ്ങ എടുത്ത് പൊതിച്ചിട്ട് ഈ തേങ്ങ ഇദ്ദേഹത്തെ ഒഴിയാനായിട്ട് കൊണ്ടുവന്ന് തരികയും ചെയ്തത്. എന്തൊക്കെയാണിത്? എന്തോ സ്പിരിച്വൽ കണക്ഷൻസ് ഇല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിലേറ്റവും വലിയ രസം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കുട്ടൂസിൻ്റെ ആ സമാധിയിൽ. ഇപ്പോൾ എന്നെ അറിയിച്ച ആ മഹാത്മാവ് പറഞ്ഞ ശിവസ്വരൂപ സമാധി പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തേങ്ങയില്ലായിരുന്നു. അതാണ് രസം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസന ശനീശ്വര വ്രതത്തിൻ്റെ ആ പുണ്യം, അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നാദസമ്പ്രദായം, കൈലാസം, ബാബാജി, അത് ആ എനർജി കുറേ കണക്ഷനിലേക്ക് നമ്മൾ പോയി, മുരുകൻ, അങ്ങനെ കുറേ കണക്ഷനുകളിലേക്ക് പോയ അതിൻ്റെ പുണ്യം എന്നെ കാണുകയും കേൾക്കുകയും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏവർക്കും കിട്ടട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ, നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാവിഷ്ടം നടക്കാനും, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിലോ പ്രൊഫഷനിലോ സർവീസിലോ അവർ കയറി അവർ ആഗ്രഹിക്കുന്ന വരുമാനം ലഭിച്ച നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ഉദ്യോഗമാകട്ടെ ബിസിനസ് ആകട്ടെ അതിൽ ഉത്തരോത്തരം വർധനവുണ്ടാകാനും, എല്ലാവർക്കും എല്ലാ സമയത്തും വീട്ടിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികളുടെ യാത്രകളിലാകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിന് പഠനം നടത്തുന്ന സ്ഥലത്താകട്ടെ പഠനാവശ്യത്തിന് പോകുന്ന താമസിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ ഒക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുവാനും, അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ 10th +2 ഒക്കെ റിസൾട്ടുകൾ വന്നിരിക്കുന്നു. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു ജീവിതം പടുക്കാൻ പറ്റുന്ന ജോലി അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു നല്ല വിദ്യാഭ്യാസത്തിനുള്ള കോഴ്സുകളിൽ അവർക്ക് സെലക്ഷൻ ലഭിക്കാനും, എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, അതിൻ്റെ 100 മേനി അനുഗ്രഹം ഈ പരാശക്തി പരമാത്മാവിൽ നിന്ന് 30 മുക്കോടി ദേവതകളിൽ നിന്ന് അനുഗ്രഹമായി സമൃദ്ധിയായി സന്തോഷമായി ആയുരാരോഗ്യ സൗഖ്യമായി ലഭിക്കണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.